ഈഴവർക്ക് തൊഴിലുറപ്പ്, മറ്റുള്ളവർക്ക് സർക്കാർ ജോലി. മുസ്ലിങ്ങൾക്ക് വലിയ പരിഗണന. ഇതെൻ്റെ വാദമല്ല കേട്ടോ, നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അവറുകളുടെ പരാതിയാണ്. ഇത് അദ്ദേഹം കുറേ കാലമായി പറയുകയാണ്. ഈഴവരുടെ വോട്ടും കാശും വാങ്ങി വളർന്ന CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസുമൊക്കെ ഈഴവരെ പിറകോട്ടടിക്കുന്നു, തള്ളിക്കളയുന്നു, അവഗണിക്കുകയാണ്. കരിമ്പാടം ശാഖയുടെ SNDP യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, ഈഴവരുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും പരിഹരിക്കാനോ സംരക്ഷിക്കുവാനോ പാർട്ടികൾ തയ്യാറല്ല. നമ്മോടൊപ്പം 10 സെൻറ്റ് കിടപ്പ് വാങ്ങിയ ന്യൂനപക്ഷക്കാർ കുബേരന്മാരായി. ഈഴവർ കിട്ടിയ ഭൂമി വിറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികളായി. മതവും ജാതിയും പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി സർക്കാരുകൾ സമ്മർദ്ദം ചെലുത്തി നേട്ടമുണ്ടാക്കിയവരാണ് കൂടുതലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അദ്ദേഹം വളരെ കൃത്യമാണ് കാര്യങ്ങൾ പറയുന്നത്. അയ്യപ്പ സംഗമം പോലുള്ള കാര്യങ്ങൾ നടക്കട്ടെ, നല്ലതാണ്. യുവതീ പ്രവേശന കാര്യത്തിൽ ഇപ്പോഴും പാടില്ലെന്ന് തന്നെയാണ് തങ്ങളുടെ നിലപാട്. അപ്പോൾ അതുപോലെ തന്നെ വിശ്വാസിയല്ലാത്ത മുഖ്യമന്ത്രി, മന്ത്രിമാർ രാഷ്ട്രീയം മുതലാണ് അയ്യപ്പ സംഗമം നടത്തി BJP ആരോപണത്തിൽ കഴമ്പൊന്നുമില്ല. നല്ലൊരു ശമനം കമ്മ്യൂണിസ്റ്റുകാർ ശബരിമലയിൽ പോകുന്നുണ്ട്. അവർ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞാൽ അവിടെ പോയി തേങ്ങ അടിക്കും. തേങ്ങ അടിക്കുന്ന കൂട്ടത്തിൽ ശബരിമല അയ്യപ്പന് തേങ്ങ അടിക്കുമ്പോൾ ഒരു പിണറായി വിജയന് വേണ്ടി ഒരു തേങ്ങ അടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നൊരു വിഷയമല്ലെന്നാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അവർ പറയുന്നത്. അതുപോലെ അവിടുത്തെ പ്രശ്നങ്ങൾ കുറേ പരിഹരിക്കാനുണ്ട്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകളിൽപ്പെട്ട ഈഴവ സമുദായത്തിലെ ആളുകൾക്ക്, ചെറുപ്പക്കാരികൾക്കും അമ്മമാർക്കുമൊക്കെ വിദേശത്ത് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ പാസ്പോർട്ടൊക്കെ ക്രിമിനൽ കേസിൽ വന്നാൽ പാസ്പോർട്ടിൽ തടയപ്പെടുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഈ കേസുകൾ സർക്കാർ പിൻവലിക്കണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ അതിലൊക്കെ അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ ഈഴവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക കൺസേൺ അദ്ദേഹത്തിനുണ്ട്. ഈഴവരാതി മറ്റ് പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടിയിട്ടാണ് SNDP നിലകൊള്ളുന്നതെങ്കിലും അതിലൊന്നാം സ്ഥാനം ഈഴവർക്ക് തന്നെയാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വളരെ ശക്തമായ രീതിയിലാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. വളരെ ഗൗരവമായി അദ്ദേഹം ഓരോ സ്ഥലത്തും, തൊടുപുഴയിൽ നേരത്തെ പോയി പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. എവിടെ ചെന്നാലും അദ്ദേഹം പറയും, മുസ്ലിങ്ങൾ ആണ് കേരളത്തിൽ, പ്രത്യേകിച്ച് മലപ്പുറത്തുകാരാണ് പല രൂപത്തിൽ ഈ കേരളത്തിൻ്റെ സ്വത്ത് കൊണ്ടുപോകുന്നതെന്ന് വലിയ തോതിൽ പരിതപിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം വീണ്ടും മനസ്സ് തുറന്നിരിക്കുകയാണ്. ഈഴവർക്ക് തൊഴിലുറപ്പ്, ബാക്കിയുള്ള അവർക്ക് വലിയ ജോലികൾ.